ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ടൗണിലൊന്ന് പോയി വന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. ഇത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഫ്രാറെഡ് അൺബോക്സിങ് ചെയ്യാം. വെറും ഒരു അൺബോക്സിങ്ങിൽ തീർക്കണതല്ല ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഇൻഫ്രാറെഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന എല്ലാ തരം പാത്രങ്ങളും അതിൽ വെച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, സാധാരണ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഗ്രില്ലും പിന്നെ കബാബിൻ്റെ ആ ഒരു കമ്പി. പിന്നെ ഇത് നമ്മൾ സാധാരണ നമ്മളുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അതിൽ നമ്മളുടെ ബോക്സും എഴുതിയിരിക്കുന്നത് 8790 എന്നാണ്. പക്ഷേ അത്രയൊന്നുമില്ല, 4500 രൂപയാണ് നമുക്കായത്. പിന്നെ 2200 വാട്ടേജാണ്. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബജാജിൻ്റെയാണ് നമ്മൾ വാങ്ങിയ ഇൻഫ്രാറെഡ്. അപ്പോൾ കാണാൻ നല്ല ലുക്കാണ്. രണ്ട് സൈഡിലൊരു പിടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടൈമർ, പവർ സ്വിച്ച്, മാനുവൽ, സൂപ്പ്, ഫ്രൈ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഈ നോബാണ് നമ്മൾക്ക് ഇവിടെ ചൂട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യണത്. അങ്ങനെ മൊത്തത്തിൽ ആൾ കാണാൻ നല്ല അടിപൊളിയാണ്. ഇനി നമുക്കിവിടെ പവറൊക്കെ ഒന്ന് ഓണാക്കാം. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വേറൊന്നല്ല, ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ തൊടരുത്, പിന്നെ നമ്മൾ 6 കിലോന് കൂടുതൽ ഫുഡടക്കം 6 കിലോന് കൂടുതൽ പാത്രങ്ങളൊന്നും ഇതുമ്മേ വെക്കരുത്. പിന്നെ 22 സെൻറ്റിമീറ്റർ അപ്പുറത്തേക്ക്, അതായത് ഈ റൗണ്ടിന് പുറത്തേക്ക് നിൽക്കുന്ന പാത്രങ്ങളൊന്നും നമ്മളിതുമ്മേ വെക്കാൻ പാടില്ല. പിന്നെ നമ്മളുടെ ഈ ഒരു ഇൻഫ്രാറെഡിന് നമ്മൾ പവർ ഓഫ് ചെയ്താലും അതിലൊരു ഫാൻ കറങ്ങും. അപ്പോൾ ആ ഫാൻ മുഴുവനായിട്ട് സ്റ്റോപ്പ് ആവാണ്ട് നമ്മളുടെ മെയിൻ അതിൻ്റെ ആ സ്വിച്ചില്ലേ, ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഇവിടെ ഒരു വാർണിംഗ് ആയിട്ട് എഴുതിയിറക്കണത്. പിന്നെ നമുക്ക് പവർ സ്വിച്ച് ഓൺ ചെയ്യാം. എന്നിട്ട് ഈ മാനുവൽ അമർത്തിയാലാണ് നമ്മളുടെ ഇൻഫ്രാറെഡിൻ്റെ അത് ഓണായി വരുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നമ്മളുടെ ഇൻഡക്ഷൻ പോലെയല്ല, പാത്രം വെച്ചില്ലെങ്കിലും ഇത് ഓണായിട്ട് ചൂടായി തുടങ്ങും. നമുക്ക് എന്തായാലും ഒരു പാല് കാച്ചൽ ചടങ്ങ് നടത്താം. വേറൊന്നുമല്ല, പാല് കാച്ചാൻ വേണ്ടിയിട്ടല്ല. എത്ര ടൈം എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാല് 2 നാഴി പാലാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ടൈമർ ഓണാക്കിയിട്ടുണ്ട്. ടൈമർ ഓണാക്കിയിട്ട് നമുക്ക് ഈ 2 നാഴി പാല് എത്ര നേരം പിടിക്കും തിളയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇതിൻ്റെ ചൂടൊന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഏറ്റവും കുറവ് 200ഉം ഏറ്റവും കൂടുതൽ വരുന്നത് 2200 ആണ് വാട്ടേജ്. അതാണ് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ ചൂടിൽ തന്നെ നമുക്ക് ഫസ്റ്റിൽ വയ്ക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ സൈഡിലേക്കൊക്കെ. പക്ഷെ നമ്മളുടെ മേത്തിക്കൊന്നും അടിക്കുന്നില്ല. ആ ഒരു അതിൻ്റെ ചുറ്റോളം തന്നെയാണ് ആ ചൂട് നിൽക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. പിന്നെ നമുക്കൊരു 1 ഇയർ ഗ്യാരൻറ്റി കാർഡ് ഉണ്ട്. അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ ഈ പറയുന്ന പോലെ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം, അതിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്ക് ടൈം നോക്കാം. 1 മിനിറ്റും 24-25 സെക്കൻഡുമാണ് നമ്മൾക്ക് ഈ പാല് 2200 വാട്ടേജിൽ നമ്മൾ ചൂടാക്കുമ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല.
നമുക്ക് കുറയ്ക്കാം. സാധാരണ നമ്മുടെ അടുപ്പ് പോലെ തന്നെയാണ്, ചൂടിങ്ങനെ നിലനിൽക്കും അതിൽ നമ്മൾ കുറച്ചാലും. അപ്പം നമ്മുടെ പാല് തിളച്ച് പോകാൻ നമുക്കിത് വെച്ചിട്ടൊന്നും എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇൻഡക്ഷനിൽ നമുക്ക് കുറച്ച് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. അപ്പോൾ പതുക്കെ ഇങ്ങനെ തിളച്ച്, അത് ഗ്യാസിലാണെങ്കിലും കുറച്ച് വെക്കാം. ഇത് 200 വെച്ചാലും അത് പുറത്തേക്ക് തിളച്ച് പോരും. എന്താ വെച്ചാൽ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ചൂടതിൽ നിലനിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇൻഡക്ഷൻ പോലെ തന്നെ കൂടുതലും ഇതിലേക്ക് അടി പരന്ന പാത്രങ്ങളാണ് ബെറ്റർ. അപ്പോൾ വേഗം ഇത് തിളയ്ക്കുന്നുണ്ട്. മറ്റേ അടിയിൽ എല്ലാ പാത്രങ്ങളും നമുക്കിതിൽ യൂസ് ചെയ്യാച്ചാലും അടി ഇങ്ങനെ ആ ഒരു കർവ് പോലത്തെയൊക്കെ ഷേപ്പുള്ള പാത്രങ്ങളാകുമ്പോൾ ഈ കുക്കിംഗ് ടൈം കൂടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മളുടെ ഇത് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പം നമുക്ക് ആ ബില്ല് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കൂടുതലും നമ്മൾക്ക് അടി പരന്ന പാത്രങ്ങൾ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആ ഒരു റൗണ്ടിൽ നമ്മൾ തൊടാനോ ഒന്നും പാടില്ല. അപ്പം നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ടു, ചായ തിളച്ചു. അപ്പം ഞാനിത് കാണിക്കാൻ വേറൊരു കാര്യം കാണിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇതാക്കണത്. നമുക്കിത് പവർ ഓഫ് ചെയ്തതിന് ശേഷം എത്ര നേരം, ഇതിൻ്റെ ഉള്ളിലൊരു ഫാൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, ആ ഫാന് കറങ്ങാൻ എത്ര നേരം പിടിക്കും എന്ന് നോക്കാം. അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഹോട്ട് എന്ന് എഴുതി കാണിക്കും. പവർ ഓഫ് ചെയ്താലും കണ്ടോ നമ്മളുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചായ വല്ലാണ്ട് തിളച്ച ചായയുടെ ടേസ്റ്റ് മാറില്ല. അപ്പം ഞാൻ അതും ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ഫാൻ എത്ര നേരം കറങ്ങും എന്ന് നോക്കാം. ഫാൻ കറങ്ങുമ്പോഴും അതിലേക്കൊരു ഇലക്ട്രിസിറ്റി വന്നിട്ടാണല്ലോ അത് കറങ്ങുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ടൈമും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ടൈമർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 മിനിറ്റും 8 സെക്കൻഡൊക്കെ ആയി. എന്നിട്ട് നമ്മളുടെ ഫാൻ ഇവിടെ ഓഫ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഹോട്ട് എന്ന് എഴുതി കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൂട് അത് കുറഞ്ഞാലാണ് ആ ഫാൻ അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ആ ചൂട് കുറയാൻ എത്ര സമയം പിടിക്കും എന്നുള്ളതാണ്. 8 മിനിറ്റും 53 സെക്കൻഡും ആയപ്പോഴാണ് നമ്മളുടെ ഇൻഫ്രാറെഡിൻ്റെ ഫാന് ഓഫായത്. ഇനി ഞാൻ ചോറ് വയ്ക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഇതിൽ ആ ഒരു വാർണിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് 6 കിലോന് കൂടുതൽ നമ്മൾ ഫുഡ് അടക്കം, ഒരു പാത്രത്തിലെ ഫുഡ് അടക്കം 6 കിലോന് കൂടുതൽ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ചോറ് വയ്ക്കൽ. അപ്പോൾ ഇത് ഞാനിതുമ്മ കയറ്റി വെച്ചു. അപ്പോൾ അത് ആയി. അപ്പോൾ ഞാനത് മാറ്റി ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണ്. അത് തിളയ്ക്കുമെന്ന് അറിയാമല്ലോ, ആ ചൂട് എത്ര കൊണ്ട് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, എത്ര നേരം ആ ചൂട് നിൽക്കും എന്നുള്ളത്. നമ്മൾ 8 മിനിറ്റ് പറഞ്ഞില്ല, ആ 8 മിനിറ്റ് കൊണ്ട് നമുക്ക് വെള്ളം തിളച്ച് കിട്ടുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ 8 മിനിറ്റൊക്കെ ആയി. ഫാൻ ഓഫ് ആയപ്പോൾ നമ്മുടെ വെള്ളം കണ്ടോ, അത്യാവശ്യം ഒരു ഗ്ലാസ് ഉള്ളൂ കേട്ടോ, പക്ഷേ അത്യാവശ്യം അത് തിളച്ചിറക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് കൂട്ടാനൊക്കെ ചൂടാക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ അത് ചൂടായി കിട്ടും. ഇത് ഇൻഡാലിയത്തിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ സപ്പോർട്ടാവുമോ എന്ന് നോക്കാം. ഇത് ഇൻഡക്ഷനിൽ സപ്പോർട്ടല്ല, ഇതിലെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ചു. അപ്പോൾ ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യണതാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ വെക്കാൻ പോകുന്നത് നല്ല മൺചട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, അതായത് ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും നമ്മൾ മൺചട്ടി വെക്കലില്ല. അപ്പോൾ വെക്കും എന്നുള്ളത്, ഇൻഫ്രാറെഡിൽ മാത്രമാണ് ഇങ്ങനത്തെ മൺചട്ടി വെക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. സംഭവം കുഴപ്പമൊന്നുമില്ല, ചൂടാവണമൊക്കെ ഉണ്ട്. പക്ഷേ അത് ചൂടായി വരാൻ കുറേ സമയം പിടിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കനം കൂടുതലുള്ളതുമാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു ഭയം തോന്നി. എന്താ വെച്ചാൽ എവിടേക്കേ ചട്ടി പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരേക്ക് മാറി നിന്നതാണ്. ഒരു ജാതി മണമൊക്കെ വന്നായിരുന്നു ഇത് അടുപ്പത്ത് വെച്ചപ്പോൾ. ചട്ടി ചൂടാവണേൻ്റെ, നമ്മൾ ഗ്യാസിലോ വിറകടുപ്പിലോ വെക്കണ ആ ഒരു ചൂടാവണ മണമല്ല ഇതിന് വന്നിരുന്നത്, വേറൊരു മണമാണ് വന്നിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടിയിൽ നിന്നൊക്കെ പുകയൊക്കെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചട്ടി ഇതുമ്മ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പരമാവധി ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അടി പരന്ന പാത്രങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഇനി ചട്ടി വെക്കണം എന്നുള്ളവരാണെങ്കിലും അടി പരന്നിട്ടുള്ള ചട്ടി കിട്ടുകയാണെങ്കിൽ അത് വെക്കുക. ഇതിപ്പോൾ ഒരു സ്പോട്ട് മാത്രമാണ് അവിടെ ആ ചട്ടിയുടെ തട്ടണത്. അപ്പോൾ ആ തട്ടണ ഭാഗത്തു നിന്നാണ് തോന്നുന്നു ഈ പുക ഇങ്ങനെ വരുന്നത്. എന്തായാലും നമ്മുടെ വെള്ളം അതിൽ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്. അപ്പോൾ സംഭവം ചട്ടി വെക്കാൻ പറ്റണ തന്നെയാണ്, പക്ഷെ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രം. അടുത്തത് പിന്നെ നോർമൽ ഫ്രൈങ് പാനാണ്. അത് പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഇത് സപ്പോർട്ട് ചെയ്യും. എന്താ വെച്ചാൽ ഇൻഡക്ഷൻ സപ്പോർട്ടഡ് പാത്രമാണിത്. അപ്പം ഞാൻ അത് വല്ലാണ്ട് പറയുന്നില്ല, ഞാനത് കാണിക്കാനല്ല ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ഇതെടുത്ത് മാറ്റിയതിന് ശേഷമുള്ള ചൂടിൽ
നമ്മൾക്ക് ഇങ്ങനൊരു സാധനം, ഒരു ഗ്രില്ല് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. ആ ഗ്രില്ല് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ നമ്മൾക്ക് ചിക്കൻ തന്തൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, ഗ്രില്ല് ചെയ്യണ ചിക്കൻ, ഗ്രില്ല് ചെയ്യണ മീൻ, അതൊക്കെ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ ഇവിടെ മീനും ചിക്കനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഒരു പപ്പടം ചുടാൻ പറ്റുമെന്ന് നോക്കാം. നോർമലായിട്ട് ഇതൊന്ന് ജസ്റ്റ് കാണിക്കുക എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് ഓഫായി നമ്മൾ പവർ ഓഫ് ചെയ്തതിന് ശേഷമുള്ള ചൂടിൽ ഈ പപ്പടം ചുട്ടെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കണത്. അപ്പോൾ അതാ പപ്പടം പൊള്ളക്കുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ആ കമ്പിമ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ അതാ പൊള്ളക്കുണ്ട് കേട്ടോ. ഒരു പപ്പടമൊക്കെ തന്നെയാണ് ആ ചൂടിൽ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പം ആ ഒരു ഓഫ് ചെയ്ത ചൂടിൽ നമുക്ക് 5ഉം 6ഉം പപ്പടമൊന്നും ചുട്ടെടുക്കാൻ പറ്റില്ല, ഒരെണ്ണം തന്നെ ചുടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഓണാക്കിയിട്ട് ചുട്ടെടുത്തതാണ്. ഓണാക്കുമ്പോൾ വേഗം കരിയുണ്ട് കണ്ടോ, നല്ല ചൂടാണ്. അപ്പോൾ വേഗം മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇൻഫ്രാറെഡ് ഉള്ള ആൾക്കാരുടെ വീട്ടിൽ പനി വന്നു കഴിഞ്ഞിരിച്ചാൽ ചുട്ട പപ്പടം അടുപ്പൊന്നും തീ പൂട്ടിയിട്ടൊന്നും ചുടണ്ട, ഇങ്ങനെ ചുട്ടാൽ മതി. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഒരു 4 ഉണക്കമുളക് ചുടണത് എങ്ങനെയെന്ന് കാട്ടിത്തരാം. അപ്പോൾ ഇത് ഞാൻ പപ്പടക്കോലുമ്മിലാണ് പുറത്തിറക്കണത്. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കണ്ടോ വേഗം ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ പരിപ്പ് തിളച്ച് പോയതാട്ടോ കരിഞ്ഞിരിക്കണത്. ഇതൊരു ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്. അപ്പോൾ ഇത് അടിവശം റൗണ്ട് ആണെങ്കിലും ഇതിൻ്റെ അടിയിൽ കുറച്ച് ഭാഗം അടി പരന്നിട്ടുള്ളുണ്ട്. അപ്പോൾ അതിൽ വെക്കുമ്പോൾ കറക്റ്റ് അത് ഇരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു റൗണ്ട് സ്പോട്ടിൽ മാത്രമാണ് കൂടുതൽ ചൂട് വരുന്നത്. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ എങ്ങനെയാണ് എന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ട് വെച്ചാലും നമ്മൾ ഇപ്പോൾ ഗ്യാസുമ്മലോ ഒക്കെ വെക്കണ ആ ഒരു ചൂടാവൽ പെട്ടെന്ന് ഇങ്ങനെ വരുന്നില്ല. കുറച്ച് സമയം കൂടുതൽ എടുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഈ പാത്രം ഞാൻ പറഞ്ഞില്ലേ അടി ഫുള്ള് ആ റൗണ്ട് ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ വേഗം കുക്കാവും. ഇത് കുറച്ച് ഭാഗം മാത്രമായ കാരണം കൊണ്ടാണ് കടുക് പൊട്ടാൻ തന്നെ നമുക്ക് സമയം പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപ്പേരിയൊക്കെ ആയി. അപ്പോൾ ഇത് ഉപ്പേരി വെള്ളം വലിഞ്ഞ് കിട്ടാനൊക്കെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, അടി വരുന്ന പാത്രങ്ങളാണ് ഇതിലേക്ക് ബെറ്റർ. ഇനി അടുത്തത് നമ്മളുടെ ദോശത്തവയാണ്. ഇത് ഇൻഡക്ഷൻ സപ്പോർട്ടല്ല, ഞാൻ ഗ്യാസുമ്മലാണ് വെക്കൽ. അപ്പോൾ ഞാൻ ഇതുമ്മലൊന്ന് വെച്ച് നോക്കാം. പക്ഷെ ഇത് കുറച്ച് റൗണ്ട് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ ആ റൗണ്ട് ഫുള്ള് ഞാൻ ദോശ പരത്തണില്ല. നമ്മളുടെ ആ ഒരു ഇൻഫ്രാറെഡിന് ഒരു റൗണ്ടില്ലേ, ഏകദേശം ആ ഒരു റൗണ്ട് കവർ ചെയ്യണ തരത്തിലാണ് ഞാൻ ദോശയ്ക്ക് മാവ് പരത്തണുള്ളൂ. പിന്നെ നമ്മളുടെ ഈ പിടിക്ക് ഇങ്ങനെ ഒരു സംഭവമുള്ള കാരണം കൊണ്ട് നേരെ നമ്മളുടെ ഇൻഫ്രാറെഡിൻ്റെ ടോപ്പിൽ ഈ സാധനം പതിഞ്ഞിരിക്കണില്ല, കുറച്ചൊന്ന് പൊന്തിയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് മാവ് ഒഴിച്ച് നോക്കാം. മാവ് ഒഴിക്കുമ്പോൾ ആ ഒരു നമ്മളുടെ ദോശയുടെ ആ ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ചൂടായിട്ട് ഒഴിക്കണതിൻ്റെ ശബ്ദമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രേ പരത്തണുള്ളൂ. ഇനിയും പരത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൈഡിലേക്കൊന്നും ചൂടില്ലെങ്കിൽ നമ്മളുടെ ദോശ ആകെ വേവാത്ത പോലെയാവും. മുരിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് നോക്കാം, എടുക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാം. കുഴപ്പമൊന്നുമില്ല, എടുക്കാനൊക്കെ വേഗം ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വെപ്രാളം കൊണ്ടാണ് തോന്നുന്നു ആ തലക്കിൽ ഒരു കഷ്ണം അവിടെ പിടിച്ചിരുന്നത്. എന്തായാലും നമുക്ക് ദോശ ഉണ്ടാക്കാൻ ഇൻഫ്രാറെഡ് സൂപ്പറാണ്. രാവിലെ ഞാൻ പരിപ്പ് കുക്കറിലിട്ടപ്പോൾ കുക്കർ വിസിലടിക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് തിളച്ച് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഇവിടെ ഒറ്റിയപ്പോൾ തന്നെ പുകയൊക്കെ അങ്ങനെ വന്നു കേട്ടോ. അപ്പം തന്നെ ഞാൻ കുക്കർ മാറ്റിയിട്ട് ഞാൻ ഇൻഡക്ഷനിൽ അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലോ പാഠങ്ങൾ. അപ്പോൾ തന്നെ ഞാനത് തുണി കൊണ്ട് കൂടെ തുടച്ചപ്പോൾ തുണി ഒരുക്കിപ്പോയി, എന്തോ ഭാഗ്യത്തിന് എൻ്റെ കൈ തട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അത് പവർ ഓൺ ആയിട്ടും പിന്നെ നമ്മുടെ സാധനം ചൂടോടുക്കിനെ ഇരിക്കുമ്പോൾ പോയിട്ട് കൈ കൊണ്ടോ പേപ്പർ കൊണ്ടോ ഒന്നും തൊടരുത്, തുടയ്ക്കാനും പോകരുത്. പവറൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇതിൽ എഴുതി നമ്മൾക്ക് അവർ ആ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം.
ഇൻഫ്രാറെഡിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പാത്രങ്ങളും ഇതിൽ വെക്കാം. പക്ഷേ ദോഷം എന്ന് പറയുന്നത് കുക്കിംഗ് നമ്മളുടെ ഇൻഡക്ഷനെയും ഗ്യാസിനെയും കാട്ടിയും കുറച്ചും കൂടി സ്ലോ ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം ഇലക്ട്രിസിറ്റി ബില്ലാണ്. അപ്പോൾ കറണ്ട് കുറച്ചും കൂടി കുക്കിംഗ് സ്ലോ ആകുമ്പോൾ കൂടും. അപ്പോൾ നമുക്ക് എന്താണ് സോളാറൊക്കെ വെച്ചിട്ടുള്ളവർക്ക് ഇൻഫ്രാറെഡ് അടിപൊളിയാണ്, നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. Thank you for watching.